ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, ദി ട്രൂ ഐസ്ക്രീം. ചില ദിവസങ്ങൾ അവരെ വിളിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു 4 ചാനലിൽ ഓടി ഓടി നടന്ന വീഡിയോ ഇട്ടത്. ഒരു 3-4 മാസം പെൻഡിങ് ആയി, മൊറട്ടോറിയായി. 40 ലക്ഷം എന്നുള്ളത് 42 ലക്ഷത്തിലേക്ക് പോവാണ്. അത് അടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന എല്ലാവർക്കും ഈ നിൽക്കുന്ന ഞാനാണ് അറിയുന്നത്. പക്ഷെ ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ ഈ 18 കൊല്ലം വേണ്ടി വന്നു. 5 മണിക്ക് എണീക്കുന്നു, എന്നിട്ട് രാത്രി ഒരു 3:30 വരെ ആയിരിക്കും ഉറക്കം പോലും ത്യജിച്ച് ജീവിക്കാനും ആക്രാന്തം കണ്ട. ഇതിൻ്റെ ഇടയിൽ മോളെ 5ാമത്തെ മോളെ പ്രഗ്നന്റ് ആയപ്പോഴായിരുന്നു വയറ് താങ്ങി പിടിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയിരിക്കും. ഞാനായിട്ട് ബിൽഡ് ചെയ്തെടുത്തതാണെന്നോ ഞാൻ വലിയ സംഭവമാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഉപ്പ ഞങ്ങളുടെ ഫാമിലിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പുറത്ത് ആർക്ക് എന്ത് ഹെൽപ്പ് ചെയ്തു കൊടുക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഫ്രീഡം തരേണ്ട ആവശ്യമില്ലല്ലോ, എതിർക്കാനും പറ്റൂല അവർക്ക്. സാലു ടോക്സിലെ സൽഹ ബീഗത്തിന് നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന്റെ വക എല്ലാവിധ സ്വാഗതവും നേരുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് വിശേഷങ്ങളൊക്കെ, സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ, നല്ല രീതിക്ക് പോകുന്നു. ഇത് എങ്ങനെ ഇത് സാധിക്കുന്നത്? കാരണം ഞാനൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്മമാരാണെങ്കിലും ഇപ്പോൾ പെങ്ങന്മാരാണെങ്കിലും അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ കറക്റ്റായിട്ട് സമയം തികയുന്നില്ല. അതായത് നോർമലായിട്ട് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. ഇതിൻ്റെ പുറകെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? അതായത് നമ്മൾ പൊതുവേ സമൂഹത്തിലൊരു ധാരണയുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭാര്യ ആയിക്കഴിഞ്ഞാൽ, ഉമ്മയായിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ പൊതുവേ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, നല്ല തടിച്ച്, അതായത് ഒരു ചിന്തയാണ് കേട്ടോ. അപ്പം അതല്ലാതെ നമ്മൾക്ക് നമ്മുടെ സ്ത്രീകളുടേതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും കൂടെ കൊണ്ടുപോയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും കൂടെ കാണിച്ചു കൊടുക്കണ്ടേ. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഈ വ്ളോഗിങ്ങിന്റെ മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു BDS പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് 7 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു അല്ലേ, 7 വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് വീഡിയോ ചെയ്തതിന് സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. സോ അതിനുശേഷം ഈ BDS അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ നേഴ്സ് കോഴ്സസോ ഫാർമസി സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ? വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതും ഫസ്റ്റ് ബേബീനെ പ്രഗ്നൻ്റ് ആവുന്നു, പിന്നെ സെക്കൻഡ് ബേബീനെ പ്രഗ്നൻ്റ് ആവുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ബേബീനെ പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞിട്ടും അതിന് യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. മോന് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ സമയത്ത് നമുക്കൊരു ഹോമിയോപ്പതി ഡോക്ടർക്ക് പോയിട്ടാണ് ഒരു ആശ്വാസം കിട്ടിയത്. അപ്പോൾ ഞാൻ ആ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ഒരു ആശ്വാസം ഏകിക്കൂടാ, എനിക്കും പഠിക്കാമല്ലോ, വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്തൊന്നും നമുക്ക് ഒരിക്കലും പുറത്തുപോയി പഠിക്കാനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റൂല. അങ്ങനെ ഒരു ആഗ്രഹം വന്നതാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് എൻ്റർ ആവണം, ഒരുപാട് പേർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഗ്രഹം മുളച്ച് തുടങ്ങിയത്. ഈ സ്ട്രോക്കിനെ പറ്റിയിട്ട് പറയാൻ കാരണം കുറച്ച് 2-3 വീഡിയോസ് സ്ട്രോക്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സോ ഇത് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ്, ഐ മീൻ ആർക്കെങ്കിലും റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ വന്നതാണ്? ഞാൻ ചെന്നൈ, അതായത് അത് പഠിച്ചത് അക്യുപങ്ചർ റിലേറ്റഡ് ആയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരാൾ വഴിയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. CPR കൊടുക്കുക എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ഓടി അടുത്ത് പോയി നോക്കുന്ന സമയത്ത് ആക്ച്വലി ഷുഗർ ലോ ആയി അയാൾ ബോധം പോയിട്ട് കിടക്കുകയായിരുന്നു. ഷുഗർ ഹൈ ആയാൽ പോലും പ്രശ്നമില്ല, ഷുഗർ ലോ ആയി കഴിഞ്ഞാൽ കോമ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അയാൾക്ക് വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡും കൊടുത്ത് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ആ സമയത്ത് നമ്മൾ ചെന്നൈയിലെ ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കൊടുത്ത് വേഗം ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അയാൾ എണീറ്റ് പോയി. അപ്പോൾ ഇതുപോലെ ഒരാൾ വഴിയിൽ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ അറിയാതെ ജീവനുകൾ പൊലിഞ്ഞു പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എനിക്ക് ഏണിങ്സ് കിട്ടും എന്നൊന്നും അറിയില്ലായിരുന്നു. സോ എനിക്കറിയുന്ന കുറച്ച് ടിപ്സ് നമ്മൾ ഇതുപോലെ ഓൺലൈനിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. എനിക്കറിയുന്ന കുറച്ച് ടിപ്സൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഭയങ്കര ലക്കി ആയിരിക്കും. ഫ്രീഡം എന്ന് പറയുന്ന സംഭവത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സിലു ഹസ്ബൻഡിന്റെ കേസിൽ ഭയങ്കര ലക്കിയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഫ്രീഡം ചിലപ്പോൾ എല്ലാ ഫാമിലിയിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അതായത് ഈ കാണുന്ന എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ ഈ നിൽക്കുന്ന ഞാനാണ് അറിയുന്നത്. പക്ഷെ ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ ഈ 18 കൊല്ലം വേണ്ടി വന്നു. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഫ്രീഡം എൻ്റെ കയ്യിലാണ്, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അവരുടെ കയ്യിലാണെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങണം. ഇത്രയും കാലം നമ്മൾ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു നമ്മൾ ജീവിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെത് മാത്രമല്ല,
എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എനിക്ക് ചുറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഫ്രീഡം തരേണ്ട ആവശ്യമില്ലല്ലോ. എതിർക്കാനും പറ്റൂല അവർക്ക്. നീ ചെയ്യണ്ട എന്ന് പറയാൻ എങ്ങനെ പറ്റും? നമ്മൾ ചോദിക്കും വൈ, ഞാൻ ചെയ്ത എന്താ ഇപ്പോൾ പ്രോബ്ലം എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനെ FB-യിൽ ബയോ കൊടുത്തേക്കുന്നത് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പാഴാക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ഒരു തോട്ട് എപ്പോഴായിരുന്നു തുടങ്ങിയത്? ഞാനായിട്ട് ബിൽഡ് ചെയ്തെടുത്തതാണെന്നോ ഞാൻ വലിയ സംഭവമാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ശരിക്കും ബൈ ബർത്ത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ കണ്ട് വളരുന്നത് അതായിരിക്കും എന്നിലേക്ക് കൂടുതലായിട്ട് ഞാൻ അറിയാതെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാര്യം. എൻ്റെ ഉപ്പ ഏത് സമയം ഞങ്ങളുടെ ഫാമിലിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പുറത്ത് ആർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാം, എന്ത് ചെയ്തു കൊടുക്കാം, ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉമ്മയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഞാൻ തറവാട്ടിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്. അപ്പോൾ ദാദിമ ആണെങ്കിലും വീട്ടിൽ ആര് കയറി വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാതെ വിടില്ല, വയറ് നിറച്ചിട്ട് വിടുക. എന്ത് നമ്മൾ കൊടുത്ത് കണ്ട് ശീലിക്കുമ്പോൾ നമ്മൾ അറിയാതെ അത് വരും. പിന്നെ എൻ്റെ ജീവിത വഴികളിൽ പ്രതീക്ഷിക്കാതെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്തും ഏതൊരു കാര്യം ഞാൻ ചെയ്യുന്ന സമയത്തും എനിക്ക് തോന്നുന്ന ഒരു സംഭവം, അതായത് ഞാനത് ഫേസ് ചെയ്ത് അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നും എന്നെപ്പോലെ എത്രയോ സ്ത്രീകൾ ഇതുപോലെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടണം എന്നില്ല. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഞാൻ എങ്ങനെയാണോ ഫേസ് ചെയ്ത് രക്ഷപ്പെട്ടത് അത് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് തോന്നിയിട്ടാണ്. അതായത് ഞാൻ എന്താണോ അനുഭവിച്ചത് അതുപോലെ മറ്റുള്ള ഒരാൾ അനുഭവിക്കുന്നതിൽ നിന്നും കുറച്ച് പേരെ, എനിക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത്, എൻ്റെ മക്കൾക്ക് വാങ്ങുന്ന സമയത്ത് ഒരു ഭാഗം മാറ്റി വെച്ചുകൊണ്ട് അവർക്കും കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ അത് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, അവരും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ജസ്റ്റ് പബ്ലിക്കായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. സെൽഹയുടെ ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്താണ് ഏറ്റവും കൂടുതൽ മനസ്സിനങ്ങ്, കാരണം ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, ആ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് വന്നാലും അറ്റൻഡ് ചെയ്യുന്നുള്ള ഒരു മൂഡിലേക്ക് മാറും. സോ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു? വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് സ്വന്തമായിട്ട് ഭൂമിയിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്, മരിക്കുന്ന വരെ കയറി കിടക്കാൻ ഒരു വീട് എന്നുള്ളത്. എൻ്റെ ഉപ്പ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരെയാണ് കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുത്തിരുന്നത്. ഞങ്ങൾ തറവാട്ടിലായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ കുറേ വാടകയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് വീട് വെക്കണം, കുറേ ചെടികളൊക്കെ വെക്കണം, അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ. അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് ഫിനാൻഷ്യലി കുറേ പ്രയാസപ്പെട്ടിരുന്നു വിവാഹശേഷമൊക്കെ. പക്ഷെ അപ്പോഴും ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു വീടാക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ 1.5 സെൻറ്റാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്ഥലം വാങ്ങുന്നത്. അപ്പോൾ എല്ലാവരും പറയും ഓ എന്തിനെങ്ങനെ ഈ ചെറിയതിലൊക്കെ എങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര മതി, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പക്ഷെ അതങ്ങനെ കയറി വന്ന് നല്ലൊരു വീടാണ് നമ്മൾ വാങ്ങിയത്. വാങ്ങുന്ന സമയത്ത് ലോൺ എടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു, ചെറിയൊരു ലോണ് മതിയായിരുന്നു. പക്ഷെ അതൊരു വലിയ ലോൺ എടുത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വലിയൊരു വീട് വെക്കണമെന്നുള്ള പ്ലാനിൽ എത്രയോ കൊല്ലത്തിന് ശേഷമാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പം തന്നെ ചെയ്യുന്ന ഒരു സംഭവമല്ല. ഒരു 10-13 കൊല്ലത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ, 13-14 കൊല്ലത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് ആ ഒരു വീട് വാങ്ങുന്നത്. അപ്പം എനിക്കൊരു ഐഡിയ തോന്നി, ഒക്കെ മുകളിലും താമസിക്കാം, താഴെ നമുക്ക് ലീസ്റ്റ് കൊടുത്തിട്ട് ആ പൈസ കിട്ടും, പിന്നെ നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് വെച്ചിട്ട് ആ പൈസയും കൂടെ അടച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന്. പക്ഷെ ലോൺ എടുക്കേണ്ടി വന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് 4 മക്കളും ഉണ്ട്, പുറത്തു പോയിട്ട് എൻ്റെ ജോലികൾ ചെയ്യാനും പറ്റില്ല. ആ സമയത്താണ് നമ്മൾ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3-4 മാസം പെൻഡിങ് ആയി, മൊറട്ടോറിയായി. 40 ലക്ഷം എന്നുള്ളത് 42 ലക്ഷത്തിലേക്ക് പോവാണ്. വേറെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ദിവസത്തെ സിലുയുടെ റുട്ടീൻ എങ്ങനെയാണ്? കാരണം 5 മക്കളെ നോക്കണം. എനിക്ക് രാവും പകലും ഏകദേശം ഒരേപോലെയാണ് ഒരു 5-6 കൊല്ലമായിട്ട് ഉള്ളത്. 5 മണിക്ക് എണീക്കുന്നു, നമ്മൾ നമസ്കാരമൊക്കെ കഴിയുന്നു. ഇതിൻ്റെ ഇടയിൽ ചെറിയ ബേബി എണിക്കാതെ നോക്കണം. ചിലപ്പോൾ എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കൂടെ വേഗം വന്ന് അരിയിട്ട് ഇതൊക്കെ തന്നെ ഓരോ ഭാഗത്തു നിന്നും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മക്കളെ റെഡിയാക്കുന്നു, ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേഗം വന്നിട്ട് റൂമിലിരുന്ന് കുട്ടികളൊക്കെ പോയതിന് ശേഷം വേഗം വന്നിട്ട് ഷോർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പകുതി എഡിറ്റിംഗ് സ്ലോട്ടിലേക്ക് എല്ലാം കയറ്റിയിടും. അതിനുശേഷം വേഗം വല്ല അലക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമുള്ള ദിവസത്തെ ഒരു റൊട്ടീനാണ് പറയുന്നത്. വേഗം അത് ചെയ്യും. അതിനുശേഷം വേഗം ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. ഇതിൻ്റെ ഇടയിൽ ബ്യൂട്ടി ടിപ്സ് ചാനലിലേക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ, മുമ്പത്തെ കാര്യം വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് വീഡിയോ എടുത്ത് വെക്കും. അതിനുശേഷം ഒരു സ്റ്റോറി ടെല്ലിംഗ് ചാനൽ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കൂടെ ഒരു രാത്രി സമയത്തേക്കാണ് എടുക്കുക. ഇതിൻ്റെ ഇടയിലൊക്കെ കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മക്കൾ വൈകുന്നേരം വന്ന് അവർക്കുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ ആക്കുക, അത് വീഡിയോ ആക്കുക. പിന്നെ അതിനുശേഷം ഏറ്റവും രാത്രി ലാസ്റ്റ് എഡിറ്റിങ്ങിനായിട്ട് ഇരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മക്കളെല്ലാം ഉറങ്ങിയതിന് ശേഷം ഹാളിലേക്ക് പ്രേതത്തിനെ പോലെ പതിയെ വന്നിട്ട് സോഫയിൽ ഇരിക്കും.
നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ല, വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വരും. യെസ്, പതുക്കെ സൗണ്ട് ഇല്ലാതെ പോകും. ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഹസ്ബൻഡൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നൊന്നായിരിക്കില്ല, പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, ഭയങ്കര പൊട്ടിത്തെറിയായിരിക്കും, ചിലപ്പോൾ കരച്ചിലായിരിക്കും അവസ്ഥയായിരിക്കും. എന്നിട്ട് രാത്രി ഒരു 3:30 വരെ ആയിരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ ബ്രാൻഡ് പ്രൊമോഷൻസ് ഉണ്ടാവും മിക്ക വീഡിയോസിലും. അപ്പോൾ ഈ ബ്രാൻഡുകാർക്ക് ഈ വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുമ്പോൾ അവരുണ്ടല്ലോ അതിൽ ഒരു ഈച്ച ഇങ്ങനെ പറന്നു പോയാൽ പറയും ആ ഈച്ച പറന്നു പോയിട്ടുണ്ട്, സോ വീണ്ടും റീ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അയക്കൂ, അല്ലെങ്കിൽ ഈ ഭാഗം ശരിയല്ല ആ ഭാഗം ശരിയല്ല എന്ന്. ചില ദിവസങ്ങൾ അവരെ വിളിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എഡിറ്റ് ചെയ്തത്, ഈച്ച പറഞ്ഞത് എൻ്റെ തെറ്റല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്കത് പെർഫെക്ഷൻ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഏണിങ്സ് കിട്ടുള്ളൂ. ഈ ഏണിങ്സ് കിട്ടാൻ എൻ്റെ ലോൺ എനിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ അത് ആലോചിച്ചോണ്ടിരിക്കുന്നു, ഇത്ര കഷ്ടപ്പെട്ട്, അതായത് ചിലർ വിചാരിക്കും പൈസയുടെ മുകളിൽ ആക്രാന്താണോ, ജീവിക്കാനുള്ള ആക്രാന്തം. അതായത് എന്നെ മൈൻഡിൽ ഫുള്ളായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, എത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ മോളെ 5ാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയപ്പോഴായിരുന്നു വയറ് താങ്ങി പിടിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയിരിക്കും. എനിക്ക് പെട്ടെന്ന് പ്രീമേച്ചർ ബേബി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ യൂട്രസ് വീക്കാണ്, പെട്ടെന്ന് ഡെലിവറി നടക്കും. പക്ഷേ ലോണ് അപ്പോഴെൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് അടച്ചല്ലേ തീരുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലേ പറ്റുള്ളൂ. യൂട്യൂബ് അറിയാലോ, കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അൽഗോരിതം മൊത്തം നമ്മളവിടെ കിടത്തും. അപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലംസ് വന്നാൽ എന്താപ്പോൾ വീട് വിൽക്കുക, വേറെ വീട് എന്തെങ്കിലും ചെറുത് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പ് വിൽക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ച ആ ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ നെട്ടോട്ടം ഓടുന്നത്. കാരണം ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു 4 ചാനലിൽ ഓടി ഓടി നടന്ന വീഡിയോ ഇട്ടത്. അത് മസ്റ്റായിരുന്നു. കാരണം എൻ്റെ ഉള്ള അത്യാവശ്യം ഗോൾഡ് കാര്യങ്ങളും എല്ലാം തന്നെ ബാങ്കിലാണ്. അപ്പം ആ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കി ഇക്കാക്ക് ഒരു വലിയൊരു ഫർണിച്ചർ ഷോപ്പ് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തു. ഓൺലൈനിലൊക്കെ നല്ല ബിസിനസ് ആയിരുന്നു. നമ്മളെ വിശ്വാസം കൊണ്ട് വരുന്ന ആൾക്കാർ ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇത്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream.